ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പുതിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഹോളി ലാൻഡ് എന്ന് പറഞ്ഞ ലാർക്ക് L1 എന്ന് പറഞ്ഞ ഒരു വയർലെസ് ആയിട്ടുള്ളൊരു മൈക്കാണ് നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ഈ മൈക്ക് ഇരിപ്പുള്ളത്. ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ മൈക്കും പിന്നെ നമ്മുടെ റിസീവറും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കോംബോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ യൂസർ ഫ്രണ്ട്ലിയും ബാക്കി നമുക്കിപ്പോൾ ഓൺ മൈക്കിൽ നിന്നുള്ള വോയിസാണ് ആദ്യം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഒരെണ്ണം എടുത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കേൾക്കാം. ഇപ്പം സറൗണ്ടിങ് ആയിട്ടുള്ള കുറച്ച് നോയ്സൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നോയ്സ് റിഡക്ഷനൊക്കെ നമുക്ക് ഇത് മാറ്റി നമ്മൾ മറ്റൊരിടത്ത് വയ്ക്കുമ്പോൾ വരും. ഇപ്പോൾ ബുള്ളറ്റൊക്കെ പോകുന്ന ശബ്ദം കേൾക്കാം. ഇതെല്ലാം നമുക്കിപ്പം ചേഞ്ച് ആവും. ഓക്കെ, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണ്. നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ തന്നെയാണ് നമുക്കിതിലൊരു ഇതുപോലെ കാണും. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരെണ്ണം എടുത്തതിന് ശേഷം പെയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത് ഇത് ഇളക്കിയിട്ട് നമുക്കിത് ഫോണിൽ നമുക്ക് USB കണക്ഷൻ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എൻ്റെ വേറൊരു ഫോണിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ തിരിച്ചു വെച്ച് കണക്ട് ചെയ്യാം. പെയറിംഗ് ആക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടി ഈ ഫോണിലൊന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഫോണിൽ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗം ഇതിൽ നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിനെ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അതിൽ നമുക്കൊരു ലൈറ്റിൻ്റെ വേരിയേഷൻ കണ്ടോ. ഇപ്പം നമുക്കിങ്ങനെ ലൈറ്റാണ് വരുന്നത്. നമുക്കതിൽ ബ്ലൂവും ഉണ്ട് ഗ്രീനും ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പെയറിങ് ആയിട്ടുണ്ട്. നമുക്കിതിന് ഗ്രീൻ മീൻസ് നമുക്കിപ്പം അവിടെ നിന്ന് മീൻസ് അതിൽ നിന്ന് ഇളക്കിയെടുത്ത് നമ്മളടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നതുകൊണ്ടാണ് നമുക്ക് 2 ഗ്രീൻ ആയി എന്ന് പറഞ്ഞാൽ മീൻസ് പെയറിങ് ആയിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെയറിങ് മാറ്റി നമുക്ക് നോർമൽ റെക്കോർഡിംഗ് പോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് ക്യാൻസലൈസേഷനും കൂടെ വരും. സോ അപ്പോൾ നമുക്കിതിനെ ഈ മാഗ്നറ്റ് കൂടെ മാറ്റി ശേഷം എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതെല്ലാം ഫോണിൻ്റെ വോയിസ്, നമ്മുടെ ഈ മൈക്കിൻ്റെ വോയിസ് അല്ല ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ എടുക്കുന്നതല്ല, മൈക്കിൻ്റെ വോയിസിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബോക്സിനകത്തുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് ഇതുണ്ട്, ഇങ്ങനെ ഒരു നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു ഇത് കിട്ടും. അത് നമുക്ക് ഇങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ളത്. ഇവിടെ ഇങ്ങനെ വച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ നല്ല രസമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ക്യാൻസലൈസേഷൻ ഒരു വേറൊരു ലെവൽ സെറ്റാക്കി തരും. അപ്പോൾ നമുക്കിനി ഞാനെൻ്റെ ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ട് എടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ നമ്മുടെ മൈക്കിൽ നിന്നുള്ള വോയിസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 2 നോയ്സ് ക്യാൻസലൈസേഷന് 2 കിട്ടും. അതിൻ്റെ ഒരെണ്ണം ഞാൻ കാണിച്ചു തന്നു. ഇതാണ് ക്യാൻസലൈസേഷൻ്റെ സംഭവം. നമുക്കിത് യൂസ് ചെയ്യുന്നത് ഇതിനടുത്ത് ഇതിൽ വെച്ച് യൂസ് ചെയ്യുക. പിന്നെ നമുക്കൊരു ചാർജിങ് പോർട്ടലും കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാർജിങ്ങിൻ്റെ C ടൈപ്പാണ്. C ടൈപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള അഡാപ്റ്റർ യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവരുടെ ഒരു യൂസർ മാനുവൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു വെൽക്കം വി ആർ ഹിയർ ഫോർ യു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളും പിന്നെ അത് യൂസർ മാനുവൽ മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിന് എനിക്ക് ഏകദേശം ചിലവായിട്ടുള്ളത് ഒരു 5000 റുപ്പീസിന് അടുപ്പിച്ചിട്ടുള്ള ഒരു റേറ്റാണ് ആയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് റേറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കറക്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 4750 രൂപയാണ് എനിക്ക് ചിലവായത് ടോട്ടൽ എമൗണ്ട്. ആ ഒരു എമൗണ്ട് നമുക്ക് വെർത്താണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്യാവശ്യം കൊള്ളാം. ഇനി പുറത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ വീഡിയോ കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ കേസ് ഇല്ലാണ്ട് നമുക്ക് വാങ്ങാം. നമ്മുടെ ഈ L1 എന്ന് പറഞ്ഞ ഈ ഒരു ലാർക്ക് A1 എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റി നമുക്ക് ഈ കേസ് ഇല്ലാതെ നമുക്ക് വാങ്ങാം. പക്ഷേ കേസ് ഇല്ലാതെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ്. കാരണം നമുക്ക് സേഫായിട്ട് കൊണ്ടു നടക്കാനും പിന്നെ നമുക്കൊരു ചാർജിങ്ങിൻ്റെ എപ്പോഴും ഇത് ഉള്ളത് അത്യാവശ്യം ബെറ്ററാണ്. സോ നിങ്ങൾ മാക്സിമം വാങ്ങുകയാണെങ്കിൽ ഇത് മേടിക്കുക. നമുക്ക് ഈ കേസ് ഇല്ലാതെ മേടിക്കാൻ ഒരു 3000 സംതിങ് ആവേ ഉള്ളൂ. പക്ഷേ ഒരു 1000 രൂപയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ലൈഫ് ടൈം സേവിങ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോർമൽ വോയിസിനേക്കാളും കുറച്ചുകൂടെ വേരിയേഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് ഇത് വച്ചിട്ട് നമുക്ക് സ്പീക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ മൈക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോളി ലാൻഡ് എന്ന് പറഞ്ഞതിൻ്റെ മൈക്ക് ഇപ്പോൾ വെച്ചിട്ട് ഈ മൈക്കിലാണ് ഇപ്പം സംസാരിക്കുന്നത്. ഇതൊരു ഔട്ട്ഡോർ അല്ല ഇൻഡോറിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ നമ്മളൊരു പുറത്തൊരു ട്രിപ്പ് തന്നെ പോയിട്ട് ഇതിൻ്റെ മൊത്തം വ്ളോഗ് സെറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട്, ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്തായാലും അത്യാവശ്യം ഇതിൻ്റെ ഒരു ബ്രാൻഡും പിന്നെ കുറേ പേര് ഇതിനെ ചേർത്ത് ഹൈപ്പ് കയറ്റി വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ എങ്ങനെയാണെന്ന് അതിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് ഞാൻ മേടിച്ചത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഏറ്റവും വലിയ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈക്കുകൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ഒരു വോയിസ് ഉണ്ട്. ആ ഒരു വോയിസിന് കുറച്ചുകൂടെ
ക്ലാരിറ്റിയും കാര്യങ്ങളെ വരും, അല്ലാണ്ട് നമ്മുടെ വോയിസ് മാറി വേറെ വോയിസ് ഒന്നും ആവില്ല. സോ നമുക്ക് വോയിസ് എത്രമാത്രം ക്ലാരിറ്റിയും എത്രമാത്രം അതിനൊരു ഒരു ഒരിതുണ്ടാവും, അതനുസരിച്ച് അതിൻ്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പം തന്നെ കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇതുവഴി, അതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് കേട്ട് നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് ഇതിൻ്റെ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ യൂസ് ചെയ്തപ്പോൾ ഉള്ള ഒരു ചെറിയൊരു റിവ്യൂവും ബാക്കി കാര്യങ്ങളും.